ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഷാളുകളും ദുപ്പട്ടാസും പിന്നെന്താ സ്കാർഫുകളൊക്കെ ഉണ്ടല്ലോ, അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാം എന്നാണ്. അപ്പോൾ 5 രീതികളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നുണ്ടായിരുന്നതും ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ രീതികളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് സ്യൂട്ട് ആയിട്ടുള്ളത്, പിന്നെ ഏത് മെറ്റീരിയൽസാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ എന്നും പറയുന്ന പോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തൊട്ടപ്പുറത്തൊരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടി വരും, അതും കൂടി ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോഴാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അത് വരുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഓൺലൈനായിട്ട് വാൾ സ്റ്റിക്കർ വാങ്ങിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒട്ടിച്ചത് ഇപ്പോഴാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക, അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് വാൾ സ്റ്റിക്കർ. കുഴപ്പമില്ല, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, ഒട്ടിക്കാനും കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഒട്ടിക്കുമ്പോൾ പറിച്ചെടുത്തിട്ട് കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് പറിച്ചെടുത്തിട്ട് വീണ്ടും ഒട്ടിക്കാം. അതിൻ്റെ പെയിൻ്റ് ഒന്നും പോരുന്നില്ല, അത്രയ്ക്ക് അങ്ങോട്ട് സ്റ്റിക്കി അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടിക്കുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കണം, അല്ലെങ്കിൽ നല്ല സ്പീഡിൽ ഫാനൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോരാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ എയറൊന്നും ഇല്ലാണ്ട് ബബിൾസ് ഒന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് വാൾ സ്റ്റിക്കർ, കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ഷാളുകളും സ്കാർഫുകളും ഒക്കെ ഇതേപോലെ അലമാരിയിൽ വെറുതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നോക്കിയെടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്കതൊന്ന് ഒതുക്കി വെച്ചാലോ ഓർഗനൈസ് ചെയ്ത് വെച്ചാലോ നമുക്ക് നോക്കിയെടുക്കാനും എളുപ്പം, മാത്രമല്ല കാണാനും ഒരു ഭംഗി ഉണ്ടായിരിക്കും, ഒരു വൃത്തി ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പോകുന്ന 5 രീതികളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിന് നമുക്കൊരു ഹാങ്ങർ മാത്രം മതി. ഇതുമ്പോൾ നമുക്ക് വെറുതെ ഷോളുകൾ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഇതേപോലെ ഒരു കെട്ട് പോലെ ആക്കിയിട്ട് അങ്ങനെയും ഇടാം, എളുപ്പമാണ്. മാത്രമല്ല ഇതേപോലെ ഇടുമ്പോൾ ഷാളുകൾ താഴത്തേക്ക് വീണ് പോവില്ല. അപ്പോൾ ഇതേപോലെ നമുക്കൊരു ഹാങ്ങറും ഒരു 5-6 ഷോളുകൾ വേണമെങ്കിൽ ഇടാം. എന്നിട്ട് നമുക്കിത് അലമാരിയിൽ കൊളുത്തിടാനായിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഹുക്ക് ഉണ്ടെങ്കിൽ വെച്ചിട്ട് അലമാരിയുടെ പുറത്തോ അല്ലെങ്കിൽ ഇതേപോലെ ചുമരുമ്പോഴോ ഒക്കെ ഹുക്ക് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കൊളുത്തിടാം. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ സ്പേസ് സേവ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമുക്ക് അലമാരിയുടെ ഡോർ ഉണ്ടാവുമല്ലോ, അതും ഇതേപോലെ ഒരു ഹുക്ക് വെച്ചിട്ട് അവിടെയും ഇതേപോലെ ഹാങ്ങറുമ്പോൾ നമുക്ക് കൊളുത്തിടാം, ഈ ഹാങ്ങർ കൊളുത്തിടാം. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അടുത്തതും ഹാങ്ങർ വെച്ചിട്ട് തന്നെയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഓൾഡ് ബാംഗിൾസ് വെച്ചിട്ട് സെല്ലോ ടേപ്പ് വെച്ച് കണക്ട് ചെയ്ത് ഒട്ടിച്ചേക്കാണ്. അപ്പോൾ നമുക്ക് വലിയ ഹാങ്ങർ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും ബാംഗിൾസ് അതിൽ കൊള്ളും. പിന്നെ ഇതിൻ്റെ അടിയിലേക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് അങ്ങനെ നമുക്ക് ഒട്ടിക്കാം. നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുന്നത് കണ്ടിട്ടുണ്ടല്ലോ ഇതേപോലത്തെ ഹാങ്ങേഴ്സ്. അപ്പോൾ അതേപോലെ ഉണ്ടാക്കിയതാണ്. ഞാൻ ഇതുകൊണ്ടായിരുന്നു ഇത്രയും നാളും ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതല്ല, അത് ഞാൻ കാണിക്കാം കേട്ടോ, അടുത്തത് കാണിക്കാം. അപ്പോൾ ഇതുമ്മേ നമുക്ക് ഷാളുകൾ ഇതേപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാം. വെറുതെ ഇങ്ങനെ ഈ ബാങ്കിളുടെ ഉള്ളിൽ കൂടി ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ചുരുട്ടി ഇതേപോലെ വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതും നല്ലൊരു മെത്തേഡാണ്, ഈസി മെത്തേഡ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ വീണ്ടും ബാംഗിൾസ് ഇതേപോലെ കണക്ട് ചെയ്ത് ഒട്ടിക്കാം. സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചേക്കണേ കേട്ടോ, അത് വിട്ടു പോരണമൊന്നുമില്ല. ഞാൻ ഇതാണ് ഇത്രയും നാളും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ വിട്ടു പോരണമൊന്നുമില്ല. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തായിട്ട് കാണിക്കുന്നത് നമുക്ക് ഇതേപോലെ ഒരു ബോക്സിൽ, കാർഡ്ബോർഡ് ബോക്സിൽ എങ്ങനെ ഷോളുകളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതാണ്. ഇത് കൂടുതൽ പേർക്ക് അറിയുന്നതായിരിക്കും കേട്ടോ, ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഷൂവിൻ്റെ ബോക്സാണ്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ബോക്സുകൾ ഇഷ്ടം പോലെ നമുക്ക് കിട്ടാനുണ്ട്. എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ ബോക്സിലാക്കിയിട്ടൊക്കെയാണ് നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്ത് നമുക്ക് ഇതേപോലെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഒരുപാട് കാലം നിൽക്കും, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങണമെന്നൊന്നുമില്ല അതേപോലത്തെ ബോക്സുകൾ. എന്നിട്ട് നമ്മൾ സാധാരണ ഫോൾഡ് ചെയ്യുന്ന പോലെ മടക്കി ഇതിൻ്റെ ഉള്ളിൽ ഷാളുകൾ വെച്ച് ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇഷ്ടം പോലെ കൊള്ളൂട്ടെ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതേപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അലമാരിയിൽ നമുക്ക് വൃത്തിയായി ഒതുങ്ങിയിരിക്കുകയും ചെയ്യും നമ്മുടെ ഷോളുകളൊക്കെ. മാത്രമല്ല നമുക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് തിരഞ്ഞെടുക്കാനും ബുദ്ധിമുട്ടില്ല. ഇതേപോലെ ആകുമ്പോൾ എല്ലാ ഷോളുകളും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ സെലക്ട് ചെയ്ത് നോക്കി തിരഞ്ഞെടുക്കാനും വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞില്ലേ, അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഹാങ്ങർ, ഇത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് ഞാൻ വാങ്ങിയതിൽ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയായിരുന്നു, 60-70 അത്രയും ഉണ്ടായിരുന്നുള്ളൊരു ഓഫറിൽ കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങും കിട്ടും, പക്ഷേ അത് ഭയങ്കര റേറ്റാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതേപോലത്തെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്.
അപ്പോൾ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഷാളുകളൊക്കെ ഇഷ്ടം പോലെ ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ എൻ്റെ ഷാളുകളൊക്കെ ഞാൻ ഇതേപോലെ ഇതുമേ ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നോക്കിയെടുക്കാനും പാടില്ല. നമ്മുടെ ഷാളുകളൊക്കെ എവിടേക്ക് എടുക്കണമെന്നൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഏത് ഷാളുകൾ വേണമെങ്കിലും ഇതിൽ നിന്ന് എടുക്കാനും വെക്കാനൊന്നും കുഴപ്പമില്ല ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതേപോലെ ഒരു ഹാങ്ങർ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അധികം വിലയൊന്നുമില്ല, 60-70 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഷോളുകൾ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലെഗിൻസോ പാൻറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ രീതി ഫോളോ ചെയ്യാം. അടുത്തായിട്ട് കാണിക്കുന്ന മെത്തേഡ്, നമ്മൾ സെറ്റായിട്ട് വരുന്ന ചുരിദാറും ഷോളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഇതേപോലെ തന്നെ നമ്മുടെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ഉള്ളിൽ തന്നെ മടക്കി വെക്കുകയാണ് നല്ലത്. അപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നവരായാലും അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നവരായാലും കോളേജിൽ പോകുന്നവരായാലും നമുക്ക് നോക്കി നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും, കുട്ടികളായാലും ജോലിക്ക് പോകുന്നവരായാലും പോകുന്ന നേരത്തായിരിക്കും ഷോളൊക്കെ അന്വേഷിച്ച് നടക്കണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് അയൺ ചെയ്ത് മടക്കി വെക്കുമ്പോൾ ഇതേപോലെ പാൻറ്റും ഷോളും ചുരിദാറിൻ്റെ ആ ടോപ്പിൻ്റെ ഉള്ളിൽ തന്നെ മടക്കി വെച്ച് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്കത് നോക്കി നടന്ന സമയം കളയേണ്ട ആവശ്യമില്ല, മടക്കി വെക്കാനും എളുപ്പമാണ്. എന്നിട്ട് നമുക്ക് ഇത് ബോക്സിലാക്കി, ചുരിദാറുകളും വേണമെങ്കിൽ നമുക്ക് ഓരോ ബോക്സിലാക്കിയിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് വളരെ നല്ലതാണ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചുരിദാറിൻ്റെ ഷാളുകളും സ്കാർഫുകളും ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന 5 രീതികൾ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള രീതികളാണ് ഞാനിന്ന് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് കാണിച്ച 2 മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കോമണായി യൂസ് ചെയ്യുന്ന ഷാളുകളൊക്കെ ഇതേപോലെ ഒരു ഹാങ്ങറിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ ഇത് അലമാരിയുടെ ഡോർ ഉണ്ടാവുമല്ലോ, അവിടെ ഇതേപോലെ ഒരു ഹുക്ക് വെച്ചിട്ട് അതിൽ കൊളുത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് സേവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ സെറ്റായിട്ട് വരുന്ന ഷോളുകളൊക്കെ ചുരിദാറിൻ്റെ ഒപ്പം തന്നെ മടക്കിയിട്ട് വെക്കും. അപ്പോൾ നമ്മുടെ ടൈമും നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ഇതേപോലെയൊക്കെ ഓർഗനൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ. നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടോ, എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരാം. അതുവരെ ബൈ.